നവമസ്കന്ധത്തില് 7-ാമത്തെ അധ്യായമാണ് ഇനിയിപ്പോ അടുത്ത പ്രഭാഷണം. ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ പ്രഭാഷണം ഹരിശ്ചന്ദ്രചരിതം. നമ്മുടെ ഈ ഭാഗവത കുടുംബം തുടങ്ങി കഴിഞ്ഞ പല സപ്താഹങ്ങളിലും സത്സംഗങ്ങളിലും ഒക്കെ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആളാണ് സുനിത കുമാരി KP പാലക്കാട്. ആ ഹരിശ്ചന്ദ്രചരിതം എന്നുള്ള കഥയെ അധികരിച്ചുകൊണ്ടുള്ള പ്രഭാഷണത്തിനായിട്ട് എല്ലാ സാമാന്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ഈ ഗുരുനാഥന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഭാഗവത നവാഹയജ്ഞത്തിന്റെ 5-ാം ദിവസത്തെ മധ്യാഹ്നത്തിന് ശേഷമുള്ള ആദ്യത്തെ പ്രഭാഷണത്തിനായിക്കൊണ്ട് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗണേശായ നമ. ശ്രീ സരസ്വത്യേ നമ. ശ്രീ ഗുരുഭ്യോ നമ. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. മനോരഥം മദീയോയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. വാണീ ഗുണാനുകദനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോന്നഃ. സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ. ദൃഷ്ടിഃ സദാം ദർശനേസ്തു ഭവത്തനൂനാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ഭഗവാന്റെയും ഗുരു കാരണവന്മാരുടെയും സജ്ജനങ്ങളുടെയും അപാരമായ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഭാഗവതം സേവിക്കാൻ സാധിക്കുന്നത്. അത് ഞാൻ തിരിച്ചറിയുന്നു. എത്രയോ ജന്മങ്ങളായിട്ട് ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ് ഭാഗവതം കേൾക്കാൻ സാധിക്കുന്നതും പഠിക്കാൻ സാധിക്കുന്നതും. ജന്മാന്തരേ ഭവേത് പുണ്യം. സപ്താഹത്തിലൊക്കെ ചെന്നിരിക്കാൻ പറ്റുന്നുണ്ടോ, ശ്രദ്ധയോടെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നാം എല്ലാവരും ഭഗവാന് വളരെ വേണ്ടപ്പെട്ടവരാണ്. കഥയറിഞ്ഞ ആട്ടം കാണുക. അങ്ങനെ എനിക്കൊരവസരം ഒരുക്കി തന്ന മനു തിരുമേനിക്ക് എൻ്റെ പാദ നമസ്കാരം. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് നവമസ്കന്ധം അധ്യായം 7 ഹരിശ്ചന്ദ്ര ചരിതം. അതായത് മാന്ധാതാവിന്റെ വംശത്തിൽ സത്യവ്രതൻ അഥവാ ത്രിശങ്കു ഉണ്ടായി. അദ്ദേഹം ഗുരുവായ വസിഷ്ഠന്റെ ശാപത്താൽ ചണ്ടാളനായി ഭവിച്ചു. അപ്പോൾ വിശ്വാമിത്രനെ ആശ്രയിച്ച് ആ ദോഷം തീർത്തു. മാത്രമല്ല വിശ്വാമിത്രന്റെ തപപ്രഭാവത്താൽ ശരീരത്തോടു കൂടി സ്വർഗത്തേക്ക് പോയി. പക്ഷേ ദേവന്മാർ ത്രിശങ്കുവിനെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അനുവദിക്കാതെ തല കീഴ്പോട്ട് തള്ളിയിട്ടു. അത് കണ്ട് കോപിഷ്ഠനായ വിശ്വാമിത്രൻ ത്രിശങ്കുവിന് വേണ്ടി ഒരു പുതിയ സ്വർഗത്തെ തന്നെ സൃഷ്ടിക്കാൻ ഭാവിച്ചു. അത് കണ്ട് ഭീതരായ ദേവന്മാർ ത്രിശങ്കുവിന് ആകാശത്തിൽ നക്ഷത്രമായി ഒരു സ്ഥാനം കൊടുത്തു. അങ്ങനെ ത്രിശങ്കുവിന്റെ പുത്രനായി ഹരിശ്ചന്ദ്രൻ ജനിച്ചു. വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്രനെ കൊണ്ട് രാജസൂയയാഗം നടത്തിച്ചു. അതിന്റെ ദക്ഷിണയായിട്ട് രാജാവിന്റെ സർവവും അപഹരിക്കുകയും ചെയ്തു. അതറിഞ്ഞ് ഹരിശ്ചന്ദ്രന്റെ കുലഗുരുവായ വസിഷ്ഠൻ കോപിച്ച് വിശ്വാമിത്രനെ കൊളക്കോഴിയായിട്ടും ആകട്ടെ എന്ന്
ശപിച്ചു. വിശ്വാമിത്രൻ വസിഷ്ഠനെ ഒറ്റി, അതായത് ഭഗം ആയിട്ട് പക്ഷിയാകട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ അവർ 2 പക്ഷികളായി ബഹുകാലം യുദ്ധം ചെയ്തു അത്ര. ഹരിശ്ചന്ദ്രന് സന്താനമൊന്നും ഉണ്ടായില്ല. അപ്പോ നമ്മൾ ഈ ഇതിലൊക്കെ വായിക്കാറുണ്ടല്ലോ. അപ്പൊ മനുഷ്യൻ ഗൃഹസ്ഥാശ്രമിയായി ഇരിക്കുന്നിടത്തോളം നമ്മൾ ദേവന്മാരെയൊക്കെ നല്ലപോലെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ അവർ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന് സകല ദേവന്മാരും തൃപ്തനായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരുമെന്ന് ഒരു ചൊല്ലുണ്ട്. അത് പ്രകാരം വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്രന് സന്താനം ഉണ്ടായില്ല. അപ്പൊ വരുണനെ സേവിച്ചു. അപ്പൊ നാരദര് പറഞ്ഞു, നീ വരുണ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ വരുണനെ സേവിച്ച് തനിക്കൊരു പുത്രനെ തരണമെന്നും എന്നാൽ അവനെ യാഗപശുവായി കൽപ്പിച്ച് യജിക്കാമെന്നും പ്രാർത്ഥിച്ചു. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയും, നമ്മൾ അത് ചെയ്യാ ഇത് ചെയ്യാ പറയും. നമ്മുടെ ശക്തിക്കൊത്ത വഴിപാട് എന്നാണ് പറയുക. നമ്മുടെ കഴിവിനനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനയെ നമ്മൾ നടത്താനായിട്ട് പാടുകയുള്ളൂ. ഇപ്പൊ എന്റെയൊക്കെ ഒരു അനുഭവത്തിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി തൊട്ടിയിൽ വെള്ളത്തിൽ, പണ്ടൊക്കെ തൊട്ടിയിൽ വെള്ളം നിറച്ച് വെക്കുമല്ലോ. അപ്പൊ അങ്ങനെ ആ തൊട്ടിയിൽ പെട്ടു കുട്ടി തൊട്ടി പെട്ടത് വീട്ടുകാർ കണ്ടില്ല. പിന്നെ അവസാനം കുറച്ച് കഴിഞ്ഞപ്പോ എന്തോ ഒരു അനക്കം കേട്ടപ്പോ നോക്കുമ്പോ കുട്ടി തൊട്ടി കിടക്കുകയാണ്, ആ വെള്ളത്തിൽ കിടക്കുകയാണ്. എല്ലാരും കൂടി ഓടി വന്ന കുട്ടി എടുത്തിട്ട് അപ്പൊ ജീവനുണ്ട് കുട്ടിക്ക്. എന്നിട്ട് എങ്ങനെ അപ്പൊ ആ കുട്ടിനെ മുത്തശ്ശി പ്രാർത്ഥിച്ചു, ഞാൻ ഭഗവാന് നട തള്ളാം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ കുട്ടി പ്രാർത്ഥിച്ച കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതായി വന്നു. പക്ഷേ കുട്ടി വലുതായി, പിന്നെ ഇത് വിട്ടു വരും. അങ്ങനെ കുട്ടിക്ക് കല്യാണപ്രായമായപ്പോ ജ്യോത്സ്യർ ഇങ്ങനെ നോക്കുമ്പോ ഭഗവാൻ ഒരു കടം ഉണ്ടല്ലോ, ഭഗവാന് നട തള്ളാമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അത് നടത്തിയിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ നിവൃത്തിയില്ല, അത് നടത്തണം. ഭഗവാൻ നമ്മൾ ഒരിക്കലും കടം വെക്കാനായിട്ട് പാടില്ല. അങ്ങനെ കല്യാണ സമയത്ത് കുട്ടിയെ ഗുരുവായൂരപ്പനെ നടയിൽ കൊണ്ടുപോയിട്ട് ഇപ്പൊ പണ്ടൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോ കടത്തിയിട്ട് അവിടെ ആത്തേമ്മമാരുണ്ടാവും, അവര് വന്ന് കുട്ടിയെടുക്കും, നമ്മൾ ദക്ഷിണ കൊടുക്കണം. ഇപ്പൊ വലിയ കുട്ടിയായില്ലേ, എന്ത് ചെയ്യും? അപ്പോൾ അതുപോലെ ഒരു സ്ത്രീ അവിടെ നിന്നിട്ട് ആ സ്ത്രീക്ക് ദക്ഷിണ കൊടുത്തിട്ട് അങ്ങനെ കുട്ടിയെ, അങ്ങനെ ആ ഒരു കടം ഭഗവാന്റെ തീർത്തു. അങ്ങനെ അപ്പൊ ഈ വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്രൻ അതുപോലെ എനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. അങ്ങനെ വരുണൻ വന്ന പുത്രനെ കൊണ്ട് തന്നെ യജിക്കാൻ ആവശ്യപ്പെട്ടു. എനിക്ക് ആ കുട്ടിയെ കൊണ്ട് യജിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ പുത്രസ്നേഹത്താൽ ഹരിശ്ചന്ദ്രൻ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞു. അങ്ങനെ ഒരു ഇപ്പൊ ചെയ്യാനോ അപ്പൊ കൊടുക്കാനോ ഒന്നും പറഞ്ഞില്ല. ആദ്യം പറഞ്ഞു കുട്ടിക്ക് ആയിട്ടില്ല, ശുദ്ധം വരട്ടെ എന്ന് പറഞ്ഞു. പിന്നെ കുട്ടിക്ക് പല്ല് മുളയ്ക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരോ കഴിവ് പറഞ്ഞ് ആ വഴിപാട് നടത്തിയില്ല. പക്ഷേ ഈ രോഹിതന് പ്രായമായപ്പോൾ അവനും തോന്നി എന്തോ ഒരു പെശകുണ്ട്. അപ്പൊ എന്തോ ഒരു കാര്യം, അവൻ വേഗം നാട് വിട്ടുപോയി. ഈ രോഹിതൻ നാട് വിട്ടുപോയി. അപ്പോൾ വരുണ കോപത്താൽ ഹരിശ്ചന്ദ്രൻ അങ്ങനെ അപ്പൊ ഈ കുട്ടി നാട് വിട്ടു എന്ന് പറഞ്ഞപ്പോ വരുണന് മനസ്സിലാക്കിയപ്പോ വരുണന്റെ ശാപത്താൽ ഈ ഹരിശ്ചന്ദ്രന് മഹോദരം എന്ന രോഗം പിടിപെട്ടു. അങ്ങനെ 6 വർഷം കഴിഞ്ഞ് പിന്നെ കുറേ വർഷം ഒരു ഈ വഴിപാടൊന്നും നടത്താൻ ചെയ്യുന്നില്ലല്ലോ, അച്ഛനല്ലേ, അതായത് ദാരീഷണ. അപ്പൊ അങ്ങനെ ഈ പുത്രേഷണ കാരണം എന്ത് പറ്റി, ഹരിചന്ദ്രന് അത് ചെയ്യാനായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ആറ് വർഷം കഴിഞ്ഞപ്പോ ഈ വിലയ്ക്ക് വാങ്ങി. ശൂന്യ കവിതയിൽ നമ്മുടെ ഇതിൽ പറയുന്നത്, ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ഈ വീരോ മഹാരാജ തേന ഇവത്വാം ഗജേ യതി തദേതി വരുണേനാസ്യ പുത്രോ ജാതസ്തു രോഹിത ഇത് പുത്രാനുരാഗേന സ്നേഹയന്ത്രിത ചേതസ കാലം വഞ്ചയതമുക്തോ ദേവസ്ഥമൈഷത. അങ്ങനെ പുത്രൻ അഭിവൃദ്ധനായി വരണമെന്നുള്ള അനുരാഗ നിമിത്തമുണ്ടായ സ്നേഹാധീനമായ ആ മനസ്സോടുകൂടിയ രാജാവിനാൽ പറയപ്പെടൻ ഒരു കാലത്തും ആ കാലത്തൊക്കെ അങ്ങനെ കാത്തുകൊണ്ടേയിരുന്നു. തനിക്ക് എന്തായാലും അത് കിട്ടണം എന്നുള്ളതില് വരുണൻ കാത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ
ഈ രോഹിതൻ നാട് വിട്ടു. അപ്പൊ ഇന്ദ്രൻ ഉപദേശിച്ചു, നീ നാട്ടിലേക്ക് വരണ്ട. അതായത് പുണ്യതീർത്ഥങ്ങളെയും പുണ്യക്ഷേത്രങ്ങളെയൊക്കെ സേവിച്ചും കൊണ്ട് ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നതിനാൽ പുണ്യം വർദ്ധിക്കും എന്ന് ഈ ഇന്ദ്രൻ ഉപദേശം കൊടുത്തു. അങ്ങനെ രോഹിതൻ അങ്ങനെ 5-6 വർഷം കാട്ടിൽ തന്നെ കഴിഞ്ഞുപോയി. അങ്ങനെ 6 വർഷം കഴിഞ്ഞപ്പോഴാണ് ശൂനശേഫനെ വിലയ്ക്ക് വാങ്ങിയിട്ട് ഈ അതായത് അച്ഛനടുത്തേക്ക് കൊണ്ടുവരികയാണ്. രോഹിതൻ മടങ്ങി വന്നു. ശൂനശേഫനെ യാഗപശുവാക്കിക്കൊണ്ട് ഹരിശ്ചന്ദ്രൻ വരുണാദി ദേവകളെ അങ്ങനെ പിന്നെ ചെയ്യണമല്ലോ, ഇത് തന്റെ കടമ നിറവേറ്റണമല്ലോ. അങ്ങനെ ശൂനശേഫനെ യാഗപശുവാക്കിക്കൊണ്ട് ഹരിശ്ചന്ദ്രൻ വരുണാദി ദേവകളെ യജിച്ചു. ആ യാഗത്തിലെ ഋതുക്കുകൾ വിശ്വാമിത്രനും ജമദഗ്നിയും വസിഷ്ഠനും അയാസനുമായിരുന്നു. ആ യാഗത്തിൽ വെച്ചിട്ട് ഹരിശ്ചന്ദ്രന്റെ സർവസ്വവും വിശ്വാമിത്രൻ അപഹരിച്ചു എന്ന് വെച്ചാൽ എല്ലാം വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്രനെ, ഇവൻ ഭാര്യയെ പോലും ഹരിശ്ചന്ദ്രന് കൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അപഹരിച്ചിട്ടും രാജാവ് സത്യത്തെ കൈവിട്ട്, അദ്ദേഹം സത്യത്തെ പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഭാര്യയും കൂടിയിട്ട് അങ്ങനെ കൊടുത്തത്. രാജാവ് സത്യത്തെ കൈവിട്ടില്ല. അത് കണ്ട വിശ്വാമിത്രൻ പരമപ്രീതനായിട്ട് ഹരിശ്ചന്ദ്രന് ജ്ഞാനോപദേശം ചെയ്തു. അതായത് അപ്പൊ നമുക്ക് ഇതിന് എന്താണ് മനസ്സിലാവുന്നത്? എത്ര നമ്മൾ ഉന്നതിയിലായാലും പറഞ്ഞ വാക്ക് പാലിക്കണം. അബദ്ധങ്ങളൊന്നും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ജീവിതത്തിൽ അനുഭവം കൊണ്ട് നമുക്ക് വിരക്തി വരണം. അപ്പോ അങ്ങനെ രാജാവിന് ലഭിച്ച ഗതി എന്താണ്? സംസാരത്തിന്റെ മൂലകാരണമായ മനസ്സിനെ അതിന്റെ കാരണമായ അന്നരസത്തിന്റെ ഉത്പത്തി സ്ഥാനമായ പൃഥ്വിയിൽ ലയിപ്പിച്ചു. അന്നമില്ലാതെയായാൽ മനസ്സില്ലാതെയായി, പൃഥ്വിയില്ലാതെ ആയാലോ അന്നവും ഇല്ലാതെ. അങ്ങനെ ആകയാൽ മനസ്സിനെ പൃഥ്വിയിൽ നിന്ന് അഭിന്നമായിട്ട് ധ്യാനിച്ച് ഉറപ്പിച്ചു ഹരിശ്ചന്ദ്രൻ. ആ പൃഥ്വിയെ ജലത്തിലും, ജലത്തെ അഗ്നിയിലും, അഗ്നിയെ വായുവിലും, വായുവിനെ ആകാശത്തിലും, ആകാശത്തെ താമസഹങ്കാരത്തിലും, അഹങ്കാരത്തെ മഹത്തത്വത്തിലും, മഹത്തത്വത്തെ ചിദംശമായ ജീവിതാത്മാവിലും ലയിപ്പിച്ചു. അങ്ങനെ ഇപ്രകാരമുള്ള ധ്യാനത്താൽ ജീവനെ മറച്ചിരിക്കുന്ന അജ്ഞാനം നശിച്ചു. ഹരിശ്ചന്ദ്രനെ ആ അജ്ഞാനം നശിച്ചു. അപ്പോൾ ധ്യാനത്തെയും ഉപേക്ഷിച്ചു. അതോടുകൂടി ദേഹേന്ദ്രിയാദികളെ കുറിച്ച് തോന്നിയിരുന്ന ഞാനെന്നും എന്റേതെന്നുള്ള ആ ആത്മാവിനെ മറച്ചിരുന്ന പ്രകൃതി അംശം നശിച്ചു. അപ്പോൾ സദാനന്ദ ചിതാത്മായി വിളങ്ങുന്ന സർവാത്മഭാവം സിദ്ധിച്ചു ഹരിശ്ചന്ദ്രന്. ഈ അവസ്ഥ ഗുണങ്ങളെ അതിക്രമിച്ചിരിക്കുന്നതാകയാൽ ഇന്നവിധം ഇരിക്കുന്നതാണെന്ന് വാക്കുകൊണ്ട് പറവാനോ മനസ്സുകൊണ്ട് ചിന്തിക്കാനോ കഴിയുന്നതല്ല. അങ്ങനെ ഈ നിലയിൽ വസിക്കുന്ന യോഗിയെ ജീവൻ മുക്തനെന്ന് പറയുന്നു. ഹരിശ്ചന്ദ്രൻ അങ്ങനെ ജ്ഞാനത്താൽ ജീവൻ മുക്താവസ്ഥയെ പ്രാപിച്ചു എന്നാണ് ഇതിന്റെ രത്ന ചുരുക്കം. അങ്ങനെ വിശ്വാമിത്രൻ പരമപ്രീതനായിട്ട് ജ്ഞാനോപദേശമൊക്കെ കൊടുത്ത് അതിന് ജീവൻ മുക്തിയെ പ്രാപിച്ചു. ഇതിൽ വല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുട്ടുണ്ടെങ്കിൽ തിരുമേനി അതൊന്ന് തിരുത്തി തരണം. ഹരേ കൃഷ്ണ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നവമസ്കന്ധത്തില് ചെറിയ ഒരു കഥ എന്ന് പറയാമെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ ആനുകാലിക പ്രസക്തിയുള്ള ഒരു കഥയാണ് ഹരിശ്ചന്ദ്രചരിതം. കലികാലത്ത് നിലനിൽക്കുന്നത് ഈ സത്യം മാത്രമേ ഉള്ളൂ. സത്യം കൊണ്ട് മാത്രമേ നമുക്കിനി ധർമ്മത്തെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെ? ബാക്കി 3 കാലും ധർമ്മത്തിന്റെ പോയിരിക്കുക, ഒരൊറ്റ കാലിലാണ് ഇപ്പം നിൽക്കുന്നത്. അതിന് ഒരു കാരണമായിട്ടുള്ള ഒരു കഥ വളരെ ഭംഗിയായിട്ട്
സുനിതേച്ചി നമുക്ക് പറഞ്ഞു തന്നു. ഇനിയും ധാരാളം പ്രഭാഷണങ്ങളും സത്സംഗങ്ങളും നന്നായിട്ട് സംഗീതം ആലപിക്കുന്നയാളാണ് സുനിതേച്ചി. അപ്പൊ അതും അഷ്ടപതികളും ഒക്കെ പാടാനുള്ള അവസരങ്ങൾ ഗുരുവായൂരപ്പൻ കൊടുക്കണം. അതിലുപരി ആയുസോളവും ആയുരാരോഗ്യം ഒക്കെ ഗുരുവായൂരപ്പൻ കൊടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ആ സുനിതേച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.